ഒരു ക്ലോക്കിലെ സമയം 2:30 ആയാൽ മണിക്കൂർ മിനിറ്റ് സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര? ഓപ്ഷൻ 120 ഡിഗ്രി, 160 ഡിഗ്രി, 115 ഡിഗ്രി, ഓപ്ഷൻ ഡി 105 ഡിഗ്രി. അപ്പോൾ ക്ലോക്കിലെ ഈ സമയത്തിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾ തമ്മിലുള്ള കോണളവ് കാണാൻ ഒരുപാട് മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതൊരു മെത്തേഡാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ സമയം നമുക്ക് 2:30 തന്നിട്ടുള്ളത്, ആ 2:30 എടുത്ത് എഴുതുക. 2:30 എടുത്ത് എഴുതുക. അതിനുശേഷം 2:30 ക്ലോക്കിലെ സമയമായിട്ട് എടുത്തെഴുതുക. നമ്മൾ ക്ലോക്കിൽ കണ്ടിട്ടുണ്ട് 1 മുതൽ 12 വരെയുള്ള സംഖ്യകളല്ലേ ക്ലോക്കിലുള്ളത്. അപ്പോൾ 2ൻ്റെ സ്ഥാനത്ത് 2 തന്നെയല്ലേ വരുന്നത്, അത് മണിക്കൂറല്ലേ. അപ്പോൾ 2ൻ്റെ സ്ഥാനത്ത് 2 തന്നെയാണ് വരുന്നത്. 30 സൂചിപ്പിക്കുന്ന സംഖ്യ ഏതാണ്? 30 സൂചിപ്പിക്കുന്ന സംഖ്യ 6 അല്ലേ. 30 സൂചിപ്പിക്കുന്ന സംഖ്യ 6 ആണ്. നമ്മൾ 2:30 എടുത്ത് എഴുതുക. എന്നിട്ട് അതിനെ ക്ലോക്കിലെ സമയമായിട്ട് എഴുതുക, ക്ലോക്കിലെ നമ്പേഴ്സായിട്ട് എഴുതുക. അപ്പോൾ 2ഉം 6ഉം വന്നു. എന്നിട്ട് ഇവയുടെ ഡിഫറൻസ് എടുക്കുക. അപ്പോൾ ആ 2ൻ്റെയും 6ൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 4ആണ്. ഇനി പറയുന്ന ഫോർമുല ശ്രദ്ധിച്ച് ചെയ്യുക. ഫോർമുലയാണ് 30D 30D +or-m/2. 30D +or-m/2. ഇവിടെ ഡി എന്ന് പറയുന്ന ഡിഫറൻസ്, അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ച 4. അപ്പോൾ 4ആണ് ഇവിടെ ഡി എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് m/2. ഇതിൽ എം എന്ന് പറയുന്നത് മിനിറ്റ്, അഥവാ മിനിറ്റിൻ്റെ പകുതിയാണ് m/2. മിനിറ്റ് ഇവിടെ 30 തന്നിട്ടില്ലേ, 2 മണിക്കൂർ 30 മിനിറ്റ്. അപ്പോൾ 30ആണ് ഇവിടെ എം എന്ന് പറയുന്നത്. പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം +or-, ഈ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഇവിടെ നമ്മൾ ക്ലോക്കിലെ നമ്പേഴ്സ് ആക്കില്ലേ, ഈ സമയത്തിനെ ക്ലോക്കിലെ നമ്പേഴ്സ് ആക്കുമ്പോൾ മണിക്കൂറിൻ്റെ ഭാഗത്താണ് വലിയ സംഖ്യയെങ്കിൽ പ്ലസും, മിനിറ്റിൻ്റെ ഭാഗത്താണ് വലിയ സംഖ്യയെങ്കിൽ മൈനസും കൊടുക്കുക. മണിക്കൂറിൻ്റെ ഭാഗത്താണ് വലിയ സംഖ്യയെങ്കിൽ പ്ലസും, മിനിറ്റിൻ്റെ ഭാഗത്താണ് വലിയ സംഖ്യയെങ്കിൽ മൈനസും കൊടുക്കുക. ഇവിടെ ഇപ്പോൾ മിനിറ്റിൻ്റെ ഭാഗത്തല്ലേ വലിയ സംഖ്യ 6, അപ്പോൾ ഇവിടെ മൈനസാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഫോർമുല 30D +or-m/2. അതായത് 30 ഗുണം ഡി നമ്മൾ കണ്ടുപിടിച്ചു 4. 30 ഗുണം 4 +or- അവിടെ എന്താ മൈനസാണ്. അതായത് മിനിറ്റിൻ്റെ ഭാഗത്തെ സംഖ്യയാണ് വരുന്നത്, അതുകൊണ്ട് -m/2. അതായത് 30/2. 30 ഗുണം 4, 4 3 12, 120. 120 മൈനസ് 30/2 എത്രയാണ്? 15. അപ്പോൾ 120 നിന്നും 15 കുറച്ചാൽ 105 ഡിഗ്രിയാണ് നമ്മുടെ ഉത്തരം. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്.